ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ക്രിസ്മസ് സ്റ്റാർസൊക്കെ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് കളർ പേപ്പേഴ്സ് ആവശ്യമാണ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ ആവശ്യമുള്ളത് സ്കെയില്, കത്രിക, പേന അല്ലെങ്കിൽ പെൻസിൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ പേപ്പർ എടുക്കുക. അതിനുശേഷം 12 സെൻറ്റിമീറ്റർ ഓരോ സൈഡിലും വരത്തക്ക വിധത്തിൽ സ്ക്വയർ ടൈപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 2-3 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ 12 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. ഒരു പേപ്പറിലാണെങ്കിൽ 2 എണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 12 സെൻറ്റിമീറ്റർ, അതായത് ഒരുവിധം ഈ കാണുന്ന വലിപ്പമുള്ളത് വേണമെങ്കിൽ, അതിൽ ചെറുത് വേണമെങ്കിൽ ബാലൻസുള്ള പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും എല്ലാ സൈഡും ഒരേ സെൻറ്റിമീറ്റർ തന്നെ ആകാനായിട്ട് ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പേപ്പേഴ്സ്, നമുക്കതിൽ ഇഷ്ടമുള്ളൊരു പേപ്പർ എടുക്കാം. ഇപ്പോൾ ഈ പേപ്പറാണ് എടുത്തത്. ഇനി ഇത് തുല്യമായിട്ട് മടക്കുക. ആദ്യത്തെ സ്റ്റെപ്പാണ് തുല്യമായിട്ട് മടക്കുക. ആദ്യം 12 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളത് ഒരു പേപ്പർ എടുത്തു, അതിനുശേഷം അത് തുല്യമായിട്ട് മടക്കുക. അപ്പോൾ ഒരു സൈഡിൽ 12 സെൻറ്റിമീറ്റർ, മറ്റേ സൈഡിൽ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇപ്പോൾ വീതി എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഈ സൈഡിൽ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്തിൽ 1/3, അതായത് 6 സെൻറ്റിമീറ്ററിൽ അപ്പോൾ 2 സെൻറ്റിമീറ്റർ നീളം എവിടെയാണോ അങ്ങോട്ട് മറ്റേ വശം മടക്കി വയ്ക്കുക. ആ ഭാഗം ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല മുന പോലെ ആക്കി മാറ്റുക. കണ്ടില്ലേ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ഈസി അല്ലേ? നമുക്ക് സ്കെയിൽ മാറ്റാം. ഇനി ആ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കാം. അപ്പോഴും ആ ഒരു മുനയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ശേഷം അതിൻ്റെ എതിർവശത്തും ഒരു ട്രയാങ്കിളുണ്ട്, കണ്ടില്ലേ? അത് ഓപ്പോസിറ്റ് സൈഡിലേക്കും മടക്കി വയ്ക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടോ? ആകെ 2-3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു മുനഭാഗം അത് വളരെ കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമാണ് ഇതിലധികം ശ്രദ്ധിക്കാനുള്ളത്. ഈ വലിയ വശം ഈ വലിയ വശത്തിൽ നിന്ന് മറ്റേ വശത്തേക്ക് മുറിക്കുക. അതിൻ്റെ ഒരു സെൻറ്ററിലേക്ക് തന്നെ മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് എത്ര സെൻറ്റിമീറ്റർ നോക്കിയിട്ട് അതിൻ്റെ പകുതിയിൽ കൂടിയാൽ പോലും കുഴപ്പമില്ല, പക്ഷേ അതിൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ആ ഒരു ഭാഗം. അപ്പോഴും ആ ഒരു അരികിൽ കൂടെ തന്നെ മുറിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. കണ്ടില്ലേ? അപ്പം നമുക്ക് നല്ലൊരു സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്. ഇതിലെ ഏറ്റവും ചെറിയ വശങ്ങളില്ലേ, അതായത് ആ സ്റ്റാറിൻ്റെ കുഞ്ഞു വശങ്ങൾ, അത് ഒരു സൈഡിലേക്ക് ഇതേപോലെ മടക്കി വയ്ക്കുക. അത് മടക്കി വെച്ചതിന് ശേഷം കണ്ടില്ലേ, അതിൻ്റെ എതിർവശം എടുക്കുക. എതിർവശത്ത് ആ വലിയ വശങ്ങളും അതേപോലെ മറ്റേ വശത്തേക്ക്, ചെറിയ വശം ഏത് വശത്തേക്കാണോ മടക്കിയത് അതിൻ്റെ നേരെ എതിർവശത്തേക്ക് മറ്റേ വശങ്ങളും ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു മൂല, അതായത് വലിയ മൂലകൾ ഒരു ഭാഗത്തേക്കാണെങ്കിൽ ചെറിയ മൂലകൾ മറ്റേ ഭാഗത്തേക്ക് വേണം മടക്കാനായിട്ട്. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി സ്റ്റാർസ് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി ട്രൈ ചെയ്താലോ? ഒരു പിങ്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. അതും 12 സെൻറ്റിമീറ്ററാണ്. എല്ലാ സൈഡുകളും തുല്യമായിട്ട് മടക്കുമ്പോൾ ഒരു സൈഡിലെ വീതി 6 സെൻറ്റിമീറ്റർ, അതിൻ്റെ 1/3, അതായത് 2 സെൻറ്റിമീറ്റർ ആ ഒരു കണക്കിൽ നമ്മൾ തിരിച്ചു മടക്കി. ശേഷം എതിർവശത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ മറ്റേ വശത്തേക്ക് മടക്കി വയ്ക്കുന്നു. ഇതേപോലെ. അപ്പോൾ അതിൻ്റെ എതിർവശത്ത് കാണുന്ന ഒരു ട്രയാങ്കിളും കൂടി ഉണ്ടായിരിക്കും. ആ ട്രയാങ്കിള് നമ്മൾ
അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ച് മടക്കി വയ്ക്കണം. കണ്ടില്ലേ? അതിനുശേഷം വലിയ ഭാഗത്തിൽ നിന്ന് ഏതാണോ വലിയ ഭാഗം അതിൻ്റെ പകുതിയിലേക്ക് മറുഭാഗത്തു നിന്ന് അരികത്ത് നിന്ന് കട്ട് ചെയ്യാനായി ശ്രദ്ധിക്കുക. കട്ട് ചെയ്തിട്ടുമ്പോൾ നല്ലൊരു സ്റ്റാർ കിട്ടിക്കോളും. ആ സ്റ്റാറിൻ്റെ ചെറിയ വശങ്ങൾ ഒരു വശത്തേക്കും വലിയ വശങ്ങൾ മറ്റേ ഭാഗത്തേക്കും പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ സ്റ്റാർസ് നല്ല പൊങ്ങി നിൽക്കുന്ന സ്റ്റാർസ് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.